കഥകളൊക്കെ വായിക്കുന്ന ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കുന്ന ഒരാളാണോ? പോയിന്റ് പഠിച്ചു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു. ഇത് സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതാണോ? നമ്മൾ ആദ്യം തന്നെ കുറച്ചൊക്കെ നോക്കി വെക്കണം. മിസ്സിംഗ് ഔട്ട് സംതിങ് എന്നുള്ളൊരു ഫീൽ ഒന്നും വന്നിട്ടില്ല. എന്താ ആവണം എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർ അങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നു, അവൻ ഇങ്ങനെ പറഞ്ഞു ഇത് അങ്ങനെ ചെയ്യാനുള്ള ചാറ്റ് നോക്കലേ ഇല്ല. ഫ്യൂച്ചർ പ്ലാൻ എന്തിന്റെ? ക്ലാസ് വിട്ട് വന്ന് അപ്പൊ തന്നെ പഠിക്കുക അങ്ങനൊന്നുമില്ല. ഈ വർഷം എന്തായാലും ഡോക്ടർ ആവും. ഹായ്, ഇതെനിക്ക് തോന്നുന്നു എൻ്റെ 11ാമത്തെ ഇന്റർവ്യൂ ആണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻട്രൻസിന്റെ ടോപ്പേഴ്സ് അല്ല, പകരം +1 +2 ബോർഡ് എക്സാമിന്റെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പർ ആയിട്ടുള്ള റഷ ഫെബിൻ അല്ലേ? യെസ്, വീട് എവിടാ? മലപ്പുറത്താണല്ലേ. നിനക്ക് എത്ര മാർക്കാ? 3 മാർക്കാണ് ആകെ പോയത്. 1 മാർക്ക് ബയോളജിയിലും 2 മാർക്ക് ഇംഗ്ലീഷിലും അല്ലേ? അതിൽ +1 ഇംഗ്ലീഷിൽ ഫുൾ മാർക്കാണ്, +2 2 മാർക്ക് പോയി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഒരുപാട് കുട്ടികളുടെ പ്രശ്നം ഇംഗ്ലീഷാണ്. നീ ശരിക്ക് ഒരുപാട് ഇംഗ്ലീഷ് വായിക്കുന്ന, കഥകളൊക്കെ വായിക്കുന്ന, ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെ ഇത് കിട്ടിയേ? പോയിന്റ് ആണ്, അതായത് പോയിന്റ് പഠിച്ചു. ഓരോ ക്ലാസ്സിൽ ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ ഇരിക്കുമ്പോ തന്നെ ആണെങ്കിൽ ഈ സാർമാര് പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, എന്നിട്ട് അത് വെച്ച് കണ്ട് ചെയ്തു. അതായത് ക്ലാസ് അവിടെ നിന്നൊക്കെ കേൾക്കുന്ന പോയിന്റ്സുകൾ, അല്ലാതെ ഒരിക്കലും ഇപ്പം എന്താ പറയാ, നീ ഇന്ത്യയിലെ ഇപ്പത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് ഒരു ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും എഴുതുന്ന ഒരു ടൈപ്പ് ഒന്നല്ല. ഇംഗ്ലീഷ് വായിക്കാറില്ല? ഇംഗ്ലീഷ് ഞാൻ എക്സാമിനൊന്നും വായിച്ചിട്ടില്ല. അല്ല, ഇംഗ്ലീഷ് ബുക്കുകളും ഇതുവരെ ഇംഗ്ലീഷ് നോവലും വായിച്ചില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നീ പറയുന്നത് എന്താ വെച്ചാൽ ഗ്രാമറും മറ്റേതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് കറക്റ്റ് സാധനങ്ങള് പോയിന്റ്സ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ടിപ്പാണ്. കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇയാൾ ഏറ്റവും കൂടുതൽ മാർക്ക് പോയിട്ടുണ്ടാവും ഇംഗ്ലീഷിലായിരിക്കും അല്ലെ? +1 +2 അപ്പം നോട്ട് ചെയ്ത് വെച്ചോട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബയോളജിയിൽ എങ്ങനെയാ 1 മാർക്ക് പോയെ? ബയോളജിയിൽ ചിലപ്പം വൺ വേർഡ് ആയിരിക്കും. ഷോക്കിംഗ് ആയിരുന്നു. നിനക്ക് വിഷമമായ 1 മാർക്ക് പോയപ്പോ? സംഭവം ഞാൻ എല്ലാറ്റിലും കിട്ടിയപ്പോ ഇതും കൂടി കിട്ടിയിരുന്നെങ്കിൽ വിചാരിച്ചു. ഇതുണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ? ഓക്കെ ഫൈൻ. പിന്നെ എങ്ങനെ ഒരു പഠിപ്പിസ്റ്റാണോ ഈ മൊത്തത്തില്? അതായത് ക്ലാസ്സിൽ ഫുൾ ടൈം ശ്രദ്ധിച്ചിരിക്കുക, പിന്നെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ബുക്ക് തുറന്നു വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സസ് കാണാ, അങ്ങനൊന്നുമില്ല? അങ്ങനല്ല, ഞാൻ ശ്രദ്ധിക്കും, ക്ലാസ് എല്ലാം ശ്രദ്ധിക്കും, മനസ്സിലാവും ചെയ്യും, നല്ല മനസ്സിലാവും ചെയ്യും. അപ്പൊ ആ ഇതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചു നോക്കും, അല്ലാതെ ഇത് ക്ലാസ് വിട്ട് വന്ന് അപ്പൊ തന്നെ പഠിക്കുക അങ്ങനൊന്നുമില്ല. ഓക്കെ. പിന്നെ അപ്പം ഡെയിലി പഠിക്കാറില്ലേ? ഡെയിലി അങ്ങനെ പഠിക്കാറൊന്നുമില്ല. ഇല്ല, ഇത് സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതാണോ? അല്ല. അപ്പൊ ഡെയിലി എന്താ ചെയ്യാ? ഡെയിലി എന്തേലൊക്കെ കുറച്ച് ചിലപ്പോ ഉമ്മ അങ്ങനെ പഠിക്കാൻ പറയുമ്പോ ഒന്ന് വയ്ക്കാണ്ട് നോക്കും, അങ്ങനെ നോക്കും. പിന്നെ കുറച്ച് നേരം ഒന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് രാത്രിയാവും ഉറങ്ങും. ഈ ഉമ്മയായിട്ട് ഭയങ്കര കമ്പനിയാണോ? ഭയങ്കര കമ്പനിയാണ്. വർത്താനം പറഞ്ഞിരിക്കലൊക്കെ ഉമ്മയായിട്ടാണ്. അപ്പം ശരിക്ക് ബാക്കിയുള്ള ഉമ്മമാരിൽ നിന്നും നിന്റെ ഉമ്മ ഡിഫറെന്റ് ആണ്? എന്താണ് നിനക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത്? എന്റെ ഉമ്മ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഞാൻ എന്റെ എല്ലാ കാര്യം ഇപ്പൊ എന്റെ ഉമ്മനെ പറയും, ഒരു ദിവസം സ്കൂളിൽ എന്തൊക്കെയാ നടന്ന് അത് മൊത്തം ഉമ്മാനോട് പോയി പറയും. അതാ നേരം തന്നെയാണ് എന്റെ പോകുന്നത്. സംസാരിച്ച് കളയാന്ന് പറയുന്നത് അതാണല്ലേ നിന്റെ പോകുന്നത്? ഓക്കെ. പിന്നെ ആരാ വീട്ടിലുള്ളത്? അനിയൻ ഒത്തിരി പ്രായം കുറവുണ്ടോ? ഇപ്പൊ ഇനി 5ക്ക്. ഇനി 5ക്ക്. അപ്പം അവനുമായിട്ട് കഥ പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അടി ഉണ്ടാക്കലാണോ? അടി ഉണ്ടാക്കലും അങ്ങനെയൊക്കെ. ഉമ്മാന്റെ സപ്പോർട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഉമ്മാനോട് എന്തും നിനക്ക് തുറന്നു പറയാൻ പറ്റുമോ? ആണല്ലേ. പിന്നെ അത് നീ ഉമ്മാനോട് പറയുന്ന ഏറ്റവും സാധാരണ ആൾക്കാർ പറയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടാവാം? ഞാന് ഇപ്പൊ ഒരു ഫേസ് ഉണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിലല്ല, എന്നോട് പാരയുടെയൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ഉമ്മാനോട് പറയാറുണ്ട്. പിന്നെ എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റുന്നത് സെറ്റപ്പാണ്. അത് നിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു എക്സാമിന്റെ ടെൻഷൻ ആയ എല്ലാം ഞാൻ ഉമ്മാനോട് പറയല്. അപ്പം ഈ മാർക്ക് കിട്ടുന്നതിൽ ഒരു പ്രധാന റോൾ ഉമ്മാക്ക് ഉണ്ടാവും അല്ലെ? നീ കച്ചറയാണോ? കച്ചറയാണോന്ന് വെച്ചാല് നല്ല കളിക്കുമെന്ന് വെച്ചാൽ കളിക്കും, പക്ഷെ അതിലിട്ട് പോവില്ല. അതില് വിട്ട് പോവാതിരിക്കുന്നത് എങ്ങനെയാ? നീ പ്രിവെന്റ് ചെയ്യുന്ന എങ്ങനെയാ? നമുക്ക് തന്നെ അറിയില്ല, ഒരു വിധം പോയാല് കുഴപ്പമാവെന്ന് അറിയുമ്പോ അവിടെ വെച്ചിട്ട് ഇത് ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ ക്ലാസ്സിലൊക്കെ ഫുൾ ടൈം പഠിക്കണം, അല്ലെങ്കിൽ കലോത്സവം, സ്പോർട്സ് പരിപാടികളൊക്കെ ഉണ്ടോ? കലോത്സവത്തിനൊക്കെ പോലുണ്ട് ഞാൻ. സ്പോർട്സും കലോത്സവം. ഒപ്പനൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് പോയിണ്ടോ? സ്റ്റേറ്റ് പോയിട്ടില്ല, ജില്ല വരെ പോയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം സമയം +1 +2 ഉണ്ടായിരുന്നു, അത്യാവശ്യം സമയം പോയിണ്ടാവില്ലേ? ഒരു 1.5 മാസമൊക്കെ അങ്ങനെ അതിനൊക്കെ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ. അപ്പൊ നിന്റെ ഇതിൽ നിന്ന് എനിക്കൊരു ആൾക്കാർ കിട്ടുന്ന ഒരു തോന്നൽ എന്താ വെച്ചാൽ,
ഫുൾ ഇങ്ങനെ കളിച്ച് നടന്ന് ഏറ്റവും അവസാനമായി പഠിക്കലെന്ന് തോന്നുന്നുണ്ടല്ലേ? അത് മതിയോ, അല്ലെങ്കിൽ എന്താ അതിന്റെ ഒരു ലോജിക്ക് എന്താ? കാരണം അതൊരു തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അവസാനം മതിയോന്ന് ചോദിച്ചാല് നമ്മൾ ആദ്യം തന്നെ കുറച്ചൊക്കെ നോക്കി വെക്കണം. ഒന്ന് നമുക്ക് അവസാനം ഓക്കെ ഒന്ന് നോക്കിയാൽ കിട്ടും. അല്ലാതെ ഒന്നുമില്ലാതെ പോയിക്കാണ്ട് അവസാനം നോക്കിയാലും ഈ മാർക്കിലൊക്കെ ഒന്ന് എത്തിക്കാനാണ്. മാർക്ക് കിട്ടും, പക്ഷെ ഒരു 80 ഒക്കെ എത്തായിരിക്കും അല്ലെ? ഓക്കെ ഫൈൻ. പക്ഷെ 80 മതിയാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി. 80% പോരാ. പല എല്ലാവർക്കും ഇപ്പൊ നല്ല മാർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ശരിക്കും നീ ഇപ്പം ക്ലാസ് ശ്രദ്ധിച്ചു, ക്ലാസ്സിൽ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ മനസ്സിലാവാത്ത പോർഷൻസോ അല്ലെങ്കിലൊക്കെ എഡ്യൂപോർട്ടിന്റെ ഷെഡ്യൂളും ഏറെക്കുറെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല, ഫുള്ളൊന്നും ഇല്ലെങ്കിലും. ഓക്കെ, അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണപരീക്ഷ ആകുമ്പോൾ പിന്നെ നന്നായി പഠിക്കും. ഓക്കെ, പിന്നെയും പഠിച്ചു. ക്രിസ്മസ് ആകുമ്പോ വീണ്ടും പഠിക്കും. പിന്നെ മോഡലിന് പഠിക്കും. എന്നിട്ടാണ് പിന്നെ ഫൈനൽ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ എക്സാം ആകുമ്പോൾ എല്ലാ പാഠം കവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെ ചില പാഠങ്ങൾ വളരെ കുറച്ച് പെൻഡിങ് ഉണ്ടാവും. +1 കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ +2 ഫുള്ള് ആദ്യമേ പഠിച്ചു തീർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ലൈവുകളൊക്കെ കാണാറുണ്ടോ? ലാസ്റ്റ് ലൈവുകൾ കാണാം. ഈ ലാസ്റ്റ് ലൈവ് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ലാസ്റ്റ് ലൈവ് എനിക്കൊന്ന് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാത്സ് ആയാലൊക്കെ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. നമുക്ക് നമുക്കറിയാം +2 ബോർഡ് എക്സാമില് അധികവും പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്താല് നമുക്ക് ഇങ്ങനെ അല്ല. അപ്പൊ നീ ഇങ്ങനെ ലൈവ് കാണുകയല്ല ചെയ്യാ, ചെയ്തു പഠിക്കുക. അവര് പറയുന്നൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്തു നോക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിലാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയുള്ളൂ. അപ്പൊ ഈ ചാറ്റിൽ തീയിടുക, മറ്റേ ലവ് ഇടുക, ഹാർട്ട് ഇടുക, അതൊന്നും ഇല്ല? ഇതുവരെ ചാറ്റില് മെസ്സേജ് അയച്ചിട്ടുണ്ടാവില്ല? ഓക്കെ, നീ ഫുൾ സ്ക്രീനിൽ ഇട്ടിട്ട് ക്ലാസ് കാണാം. അതും ഇങ്ങനെ മീൻസ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി ക്വസ്റ്റ്യൻ നോക്കുക, അതിന്റെ ആൻസേഴ്സ് ഇങ്ങനെ എഴുതി പോവാന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കും. പോസ് ചെയ്യോ റിവൈൻഡ് ഒക്കെ ചെയ്തിട്ട് നിന്റെ ഇതിനനുസരിച്ച് പോലെ. എടാ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. സംഭവം നമ്മളൊക്കെ മക്കളെ തീയിട് അതിട് എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ തീയിടുക എന്നല്ലാതെ ബാക്കി സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ അതും ഇതൊക്കെ ചാറ്റ് ചെയ്ത ക്ലാസ് കിട്ടുന്ന കോൺസെൻട്രേഷൻ കിട്ടൂല അല്ലെ? അവസാനം എന്താണ് ലൈവിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും. ആൻഡ് ലൈവിൽ ഇരിക്കുമ്പോഴും നിനക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ലൈവ് കൊണ്ട് മാത്രമല്ല, അതിന് മുന്നേ നീ പഠിച്ച് സെറ്റ് ആയത് കൊണ്ടും കൂടെയാണ്. പക്ഷെ ഇനിയിപ്പോ ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ബെറ്റർ ലൈഫ് തന്നെയാണ് തോന്നുന്നില്ല ഉള്ളതിൽ. പക്ഷെ അപ്പോഴും എന്ത് ചെയ്തു, വെറുതെ ചാറ്റിലും അതിലൊക്കെ പോയിട്ട് വീട് എവിടെ, ഇൻസ്റ്റ ഐഡിയ എന്താണ്, പരിപാടി ചോദിക്കാൻ നിൽക്കാത്തതാണ് ഏറ്റവും നല്ലത് അല്ലെ? അപ്പം ഞാൻ കുറച്ച് കാര്യം ചോദിക്കട്ടെ. ഈ പെൺകുട്ടികൾ തന്നെ കുറെ ആൾക്കാർ ഇപ്പൊ പണ്ടൊക്കെ പെൺകുട്ടികൾ കമ്പാരിറ്റീവ്ലി സീരിയസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ അവർ പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ? അത് കുറെ ഉഴപ്പുന്നുണ്ട്, പഠിക്കാൻ താല്പര്യമില്ല. ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. ആദ്യം നല്ല പഠിച്ചിരുന്നു, പിന്നെ കുറച്ച് കുറഞ്ഞു. എന്താ അവരെ ഇത് ചെയ്യുന്ന സാധനം? ഒരാൾക്ക് പിന്നെ അഫയേഴ്സ്, റിലേഷൻഷിപ്പ് ഉണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം. ശരിക്കും സ്പെസിഫിക്കലി സോഷ്യൽ ഇൻസ്റ്റ ആണോ നിങ്ങളെ മെയിൻ? ഇൻസ്റ്റ റീൽസ്. നിനക്കുണ്ടോ ഇൻസ്റ്റാഗ്രാം? എനിക്കില്ല. ഞാനിങ്ങനെ ഫ്രണ്ട്സ് പറയുന്നതും അവരുടെയൊക്കെ അവരിങ്ങനെ പറയും എപ്പോഴും റീൽസ് ആണ്. ഈ റീൽസ് ഇൻസ്റ്റയിൽ തന്നെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യലൊക്കെ. റീൽസ് അങ്ങോട്ട് ഷെയർ അങ്ങനെ പറയലുണ്ട്. നിനക്കപ്പോ ഒരിക്കലും ഇൻസ്റ്റ എടുക്കാൻ തോന്നിയില്ല? എനിക്കിപ്പോ വേണമെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. നിനക്ക് ഞാൻ മിസ്സിംഗ് ഔട്ട് സംതിങ് എന്നുള്ളൊരു ഫീൽ ഒന്നും വന്നിട്ടേ ഇല്ല? ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും മിസ്സായിട്ടുണ്ട് എന്നുള്ള തോന്നിയിട്ടില്ല അല്ലെ? യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബില് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ സ്റ്റിൽ ഒരു അഡിക്റ്റ് ഒന്നും ആയിരുന്നില്ല. പിന്നെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാ ഭയങ്കരമായിട്ട് പഠിക്കുന്നതിൽ തടയുന്ന സാധനം? അതിനെ പറ്റി ചിന്തിച്ചിരിക്കും. അതിനെ കുറിച്ച് അങ്ങനെ പോകുന്നത്, ഇങ്ങനെ പോകുന്നത്, അവൻ ഇങ്ങനെ പറഞ്ഞു, ഇത് അങ്ങനെ ചെയ്യാനുള്ള മോട്ടാണ്, അതിന്റെ തോട്ട്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം നിനക്കപ്പോ മാർക്ക് ഇത്രയും കിട്ടുന്നതിൽ ഒരു റീസൺ സോഷ്യൽ മീഡിയ ഇല്ലാത്തതായിരിക്കാം, റിലേഷൻഷിപ്പ് ഇല്ലാത്തതായിരിക്കാം അല്ലെ? അപ്പം ഫ്യൂച്ചർ പ്ലാൻ എന്തിന്റെ? റിപ്പീറ്റ് ചെയ്യണം. അപ്പം നീ നമ്മുടെ ക്രാഷിന് വന്നിട്ടുണ്ടായിരുന്നല്ലേ? അപ്പം ക്രാഷിന്റെ നീ എനിക്ക് തോന്നുന്നത് ഒരു ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ പഠിത്തല്ലേ ശരിക്കും പഠിച്ചത്? അതായത് ഭയങ്കര കൺസെപ്റ്റ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇതിലെങ്ങനെയാണോ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അപ്പൊ ഈ ഫിസിക്സ് ഒക്കെ എങ്ങനെയാ പഠിച്ചത്? ഫിസിക്സ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് പഠിക്കും, പിന്നെ ഡെറിവേഷൻസ് ആണല്ലോ മെയിൻ. ഈ ഫിസിക്സ് പഠിക്കുന്നവരോട് എന്താ പഠിക്കാനുള്ള എന്താ ടിപ്പ് നിങ്ങൾക്ക് പറയാനുള്ള? ഡെറിവേഷൻസ് ഒക്കെ നമ്മള് കാണാപ്പാടം പഠിച്ചതിനൊപ്പം കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി പഠിച്ചാല് കുറച്ചും കൂടി കിട്ടും. റൈറ്റ്. അപ്പം ശരിക്ക് അപ്പൊ എനിക്ക് ക്രാഷിന് വന്നപ്പോ വലിയ പ്രശ്നം ഫീൽ ചെയ്തില്ല?
പ്രശ്നം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, അധികം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നീറ്റിൽ ഇക്കുറി എത്ര സ്കോർ ഉണ്ടാവുന്ന പ്രതീക്ഷ? 400+ എന്തായാലും ഉണ്ടാവുന്നതാണ് ഇത് വരുന്നത് അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞാല് +1 +2 ഒരു ബോർഡ് എക്സാമിന് വേണ്ടി അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എന്താണ് വേണ്ടത് അത്ര മാത്രമാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. പക്ഷെ ക്രാഷ് വന്നപ്പോ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി ഈ വർഷം എന്തായാലും ഡോക്ടർ ആവും. ഈ വർഷം എന്തായാലും ഡോക്ടർ ആവുന്നു. എങ്ങനെയാണ് ഡോക്ടർ ആവാനുള്ള ഒരു ഇത് വന്നത്? എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് എന്താ ആവണം എന്ന് വെച്ചാൽ നമ്മള് ഡോക്ടർ. അതായിരുന്നു. പിന്നെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ ആഗ്രഹമാണ്. ഈ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സീരിയസ് അല്ലാതെ ഇങ്ങനെ ഉഴപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് എന്താ എനിക്ക് പറയാനുള്ളത്? ആൺകുട്ടികളോടായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഉഴപ്പിയിട്ട് കാര്യമില്ല. നമ്മള് എന്തായാലും പഠിക്കണം, പഠിക്കാതെ എവിടെ എത്തൂല. ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കാതെ എവിടെ എത്തുന്നു തോന്നുന്നില്ല. ഇപ്പൊ പഠിച്ചിട്ട് പിന്നെ ഉഴപ്പാന്നാ അങ്ങനെ പ്ലാൻ ഉണ്ടോ നിനക്ക്? അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പഠിച്ചിട്ട് ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എയിംസിലൊക്കെ എത്തിക്കഴിഞ്ഞാല് ഇപ്പൊ ഉഴപ്പാത്തതും കൂടെ അവിടെ നിന്ന് ഉഴപ്പാന്നാണ് പ്ലാൻ ഉള്ളത് അല്ലെ. റൈറ്റ് അപ്രോച്ച് ആണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഉഴപ്പുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് ആ കോളേജ് ലൈഫിലൊക്കെ ആകുമ്പോൾ നല്ലൊരു കോളേജിൽ എത്തിയിട്ടാകുമ്പോൾ അത്രയും നല്ലതല്ലേ. ആൻഡ് പിന്നെ +2 ഒക്കെ പ്രശ്നമാണോ? +2 എത്തുന്ന കുട്ടികളോട് എന്താ പറയുന്നത്? പുതിയ +2 പഠിക്കാൻ ആദ്യം തന്നെ ഈ ഇതൊക്കെ ക്ലാസ് ഒക്കെ നല്ല ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പൊ എന്നാ കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് സിമ്പിൾ ആയിട്ട്. ചുരുക്കി പറഞ്ഞ ഒരു 4 തവണെങ്കിലും ഒരു പാഠം നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ. ഒന്ന് ക്ലാസ് എന്നായിരിക്കും, പിന്നെ ഒരു എക്സാമിനൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുക. ഈ എക്സാമിന് പഠിച്ചാൽ തന്നെ ലാസ്റ്റ് ആവുമ്പോ നമുക്ക് അതായത് ഇപ്പം ഓണപരീക്ഷ അല്ലേ പോട്ടെ, ക്ലാസ് ടെസ്റ്റ് അല്ലേ പോട്ടെ എന്ന് പറയാം. ക്ലാസ് ടെസ്റ്റിനൊക്കെ പഠിക്കായിരുന്നു. ക്ലാസ് ടെസ്റ്റ് അങ്ങനെ പഠിച്ചില്ലെങ്കിലും ഈ ഓണത്തിന്റെ എക്സാം, ക്രിസ്മസ് എക്സാം അതിനൊക്കെ പഠിക്കും. നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞാല് വളരെ എഫക്റ്റീവ് ആയിട്ട് പഠിച്ച ഒരാളായിരിക്കും എന്ന് വേണേൽ പറയാം. ഫുൾ ടൈം ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ആ ഗൗരവത്തോടു കൂടി സീരിയസ്നെസ്സോടു കൂടി നല്ല അടിപൊളിയായി പഠിച്ചിട്ടുണ്ട് അല്ലെ. ആയിക്കോട്ടെ, ഓക്കെ. അപ്പം താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അടുത്ത വർഷം എന്താണ് ഡോക്ടർ ആവാൻ പറ്റുന്നത്?